ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കണ്ണൂരാട്ടോ. നമ്മൾ വലിയരുന്നാൾക്ക് കണ്ണൂർ ട്രിപ്പ് പോയിക്കാട്ടോ. പെറ്റ് സ്റ്റേഷനിലേക്കാട്ടോ നിൽക്കണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ പെറ്റ് സ്റ്റേഷന് തുറന്നിട്ടില്ല കേട്ടോ. എന്തായാലും ജസ്റ്റ് മുമ്പ് പോയേക്കാം. പെറ്റ് സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആട്ടോ. ഇപ്പം നമ്മൾ 10 മണിക്ക് അവിടെ എത്തിക്കണം. 11 മണിക്കേ തുറക്കുള്ളൂ. തുറന്നിട്ടില്ല കേട്ടോ അത്. ഞങ്ങൾ വണ്ടി നിർത്താൻ പോവാട്ടോ. വെറുതെ ഒന്ന് ബീച്ചിക്കൊന്ന് ഇറങ്ങാനാണ്. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും നമ്മൾ കയറിയില്ല. ഇവിടെ ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കാട്ടോ. നമ്മൾ ആദ്യം ഇവിടേക്ക് കയറണമെന്നൊക്കെ നോക്കി. പിന്നെ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞു കുട്ടികൾക്കുള്ള കേട്ടത്. ഞങ്ങൾ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പുറത്തുനിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അഡ്വഞ്ചർ പാർക്കാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല കേട്ടോ. ആകെ പെറ്റ് സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല കേട്ടോ. സ്റ്റേഷൻ തന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാട്ടോ. നല്ല രസമുള്ള ബീച്ചായിരുന്നു. പക്ഷെ അവിടേക്ക് പോകാൻ ഇപ്പോൾ പറ്റൂല കേട്ടോ. വീഡിയോയിൽ നേരെ കാണാനായിട്ടാണ്. നല്ല വെയിലാട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കി. അവിടെ കുറച്ച് രണ്ട് കാക്കുമാർ വെട്ടുകാല ഇടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ കടലൊക്കെ കണ്ട് ആസ്വദിച്ചു. കാക്കുമാർ മീൻ പിടിക്കണൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ബീച്ചിൽ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അതും ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് വന്നതന്നെയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ മീൻ കിട്ടിയിരുന്നു കേട്ടോ. 2-3 മീൻ കിട്ടിയിരുന്നു. ഏതാണെന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓലോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിട്ടോ. ഭയങ്കര വെയിലും കേട്ടോ. അതുകൊണ്ടൊക്കെ അവിടെ ആൾക്കാരെ കാണാത്ത. വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവേക്കാരം. ഇതിൽ 3 കളറായിരുന്നു കേട്ടോ. അവിടുത്തെ കാക്കുമാർ പറഞ്ഞത് വെയിലിന്റെ നിഴലോണ്ടാണെന്ന് കേട്ടോ. അങ്ങനെ വെയിൽ സഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ പോയിരുന്നു കേട്ടോ. അപ്പത്തിന് പെറ്റ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ കയറണുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടോ. പെറ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. അപ്പത്തിന് പെരും തിരക്ക് കേട്ടോ. ഒരാൾക്ക് 150 റുപ്യ കേട്ടോ ടിക്കറ്റ്. നല്ല ലാഭമൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് ഇതാ പെറ്റ് സ്റ്റേഷൻ്റെ ഉടമേനെ കണ്ടു കേട്ടോ. ഇയാൾ നല്ല പാവാട്ടോ. ഇയാൾക്ക് വലിയ ജാടൊന്നുമില്ല. ഇയാൾ വലിയ റിച്ചാണ് വെച്ചിട്ട് വലിയ ജാടൊന്നുമില്ല. ഇയാൾ നല്ല പാവാണ്. ഞങ്ങളപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. ഈ കാക്കു ആരും മെയിൻ ചെയ്യാതെ ഇടണമൊന്നുമില്ല കേട്ടോ. എല്ലാവരും പരിഗണിക്കണമൊക്കെ ഉണ്ട്. ആർക്കും കൈയൊക്കെ കൊടുക്കണം കേട്ടോ. ഈ കാക്കുവിൻ്റെ പേര് സാബിർ എന്നാണ്. ആളോട് കുറച്ചു നേരം സംസാരിച്ചെന്ന് നമ്മൾ നേരെ ഉള്ളിൽ കയറാൻ പോവാ കേട്ടോ. കാക്കു ടിക്കറ്റ് എടുക്കാൻ പോയിക്കുന്നു. ടിക്കറ്റ് എടുത്ത് ഇപ്പോഴാട്ടോ വരുന്നത്. കുറേ സമയം ടിക്കറ്റിന് നിൽക്കുന്നു. അവിടെ നല്ല വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. പിന്നെ കാക്കുവിനോടും ആൾ കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. ആൾ നല്ല പാവാട്ടോ. ആൾ നല്ല കെയറിങ് ആണ്. എല്ലാ വീഡിയോയും ഞാൻ കാണലുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പെറ്റ് സ്റ്റേഷൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ തന്നെ. ഈ കാക്കുവിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഓലൊക്കെ പോയിട്ടോ. അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ ഉള്ളിൽ കയറിയത് കേട്ടോ. ഞങ്ങൾ ചാനലിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ചെറിയ ചാനലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കാക്കു പറഞ്ഞു ചെറിയ ചാനൽ തന്നെയല്ലേ പിന്നെ വലുതാവുക. ഞാനൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞു. ഈ ആന കേട്ടോ പെറ്റ് സ്റ്റേഷനിൽ കാറ്റടിച്ചിട്ടോ അങ്ങനെ എന്തായിട്ടായിട്ട് ഊണ് ചെവി പൊട്ടിയത്. അത് ചെവി പൊട്ടിയേക്കും കേട്ടോ. നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് മേത്ത് വല്ല ഇതിനെയും വെക്കാൻ നമ്മൾ 4 ആൾക്കാർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 4 മേത്ത് പക്ഷിനെ അങ്ങനെ പാമ്പിനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഇത് തരും. അല്ലെങ്കിൽ നമുക്ക് പക്ഷിനെ വന്നാലും ഇതിനൊക്കെ വെക്കാം. പിന്നെ തീറ്റയും തരും കേട്ടോ ഫുഡ് കൊടുക്കാൻ. അത് ഇവിടെ അല്ല കേട്ടോ കൊടുക്കേണ്ടത്, ഉള്ളിലാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ മീനിന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കുറച്ച് നിബന്ധനകൾ എഴുതിയിരുന്നു കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഉടുമ്പാട്ടത്. പുറത്തുണ്ട ആനൻ്റെ ചെറുതാട്ടോ അവിടെ നിൽക്കണ്. പിന്നെ 8 കേട്ടത്. 8 കേട്ടോ. 8 വേണ്ടി ഉണ്ടാക്കിയ കൂട് ഫുൾ നാച്ചുറൽ ആട്ടോ. പിന്നെ അതേമാതിരി പച്ച കളർ തേളിട്ടോ. ഇതൊക്കെ പുറം രാജ്യത്തുള്ള തന്നെയാണ്. അതിനൊക്കെ നല്ല അടിപൊളി കൂടാട്ടോ ഉണ്ടാക്കിക്കണ്. പിന്നെ ഈ താറാവ് നോക്കിയേ എന്തായാലും അതിൻ്റെ രസം. ഇത് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ മൊത്തം കാണും. എന്നാലേ നിങ്ങൾക്ക് പെറ്റ് സ്റ്റേഷനെ കുറിച്ചുള്ളതൊക്കെ അറിയുള്ളൂ കേട്ടോ. പെറ്റ് സ്റ്റേഷനിക്ക് പോവാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി കാണണം കേട്ടോ. അത്രക്കും രസമാട്ടോ അവിടെ. ഇതും അതേമാതിരി
അങ്ങനത്തെയൊക്കെ താറാവാണ്. ഇതിനൊക്കെ വേണ്ടി അവിടെ വെള്ളമൊക്കെ നല്ല അടിപൊളിയായി പാറൊക്കെ വെച്ചതാക്കി കിട്ടോ. അവിടെ ആ താറാവിൻ്റെ കൂട്ടി കണ്ടു ഇതാട്ടോ ഇഗ്വാന. ഇതതിൻ്റെ അപ്പുറത്തുള്ള താറാവുകൾ കേട്ടോ, 2 കേട്ടോ, ഒരു ജോഡിയുള്ളത്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ചെയ്യട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ. എല്ലാവരും പെറ്റ് സ്റ്റേഷൻ കാണാൻ വരട്ടെ. പെറ്റ് സ്റ്റേഷൻസ് വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയട്ടോ ഈ അരാപ്പയ്മനൊക്കെ. ഈ അരാപ്പയ്മനെ കൊടുന്നപ്പോഴാണ് അതിൻ്റെ തൊണ ചത്തത്. ഈ ഗ്ലാസ് ടച്ച് ചെയ്യരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചുകൊണ്ടോ. ഇതിന് ഫുഡ് കൊടുക്കായിരുന്നു, പക്ഷേ നമ്മൾ ചെന്നപ്പോൾ അത് ആയിട്ടുണ്ടായില്ല കേട്ടോ. റെട്ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയ വെള്ള അലിഗേറ്റർ ഉണ്ടോ. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈ പൂച്ചനെ അറിയുണ്ടാവും കേട്ടോ. പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇതിലുള്ള എല്ലാ സാധനങ്ങളും അറിയുണ്ടാവും. ഈ പൂച്ച നല്ല പുള്ളിപ്പുലിൻ്റെ മാതിരി കേട്ടോ. ഇതൊരു പൂച്ചയാണ്. പിന്നെ അവിടെ ലവ് ബേർഡ്സ് കുറേ ഉണ്ട് കേട്ടോ. ലവ് ബേർഡ്സ് ഉണ്ടാക്കിയ കൂടൊക്കെ. ഇതും ഒരു കിളി കേട്ടോ. അതിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഞാൻ വേഗം വീഡിയോ എടുത്തു, ഞാൻ കണ്ടു, അതിനെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഭംഗിയൊക്കെ നിലത്ത് കൂടെ നടപ്പും ആ ചുർക്കും. ഇതിന് ഒരു പേരാട്ടോ, ഒരു പേരല്ല, ഒരു ജോഡിയാണ്. രണ്ടെണ്ണമാണ്. പഞ്ചവർണ്ണത്തൻ്റെ വേറെ കളറാട്ടോ, ചുവപ്പ്. ഇതാണ് ഒറിജിനൽ പഞ്ചവർണ്ണ തത്ത. ഇത് ലവ് ബേർഡ്സ് അല്ല കേട്ടോ, വേറെ കിളികളാണ്. പക്ഷെ ലവ് ബേർഡ്സിന്റെ ഭാര്യ തന്നെ ഉണ്ട്. ലവ് ബേർഡ്സിന്റെ അതേമാതിരത്തെ കൂടുമാണ്. നല്ല രസമാട്ടോ തിറ്റകളെ കാണാൻ. ലവ് ബേർഡ്സിന്റെ കാട്ടിലും രസമാണ്. മൈനന്റെ വേറെ കളർ കേട്ടത്. പക്ഷെ ഇത് വളർത്തുന്ന മൈന കേട്ടോ. ഇതിന്റെ പേര് മൈനാന്നല്ല കേട്ടോ. ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ. ഇവിടെ മൊത്തം ലീഗലാണ്. വളർത്താൻ പാടില്ലാത്ത ഒന്നുമില്ല. ഒക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയതാട്ടോ. താറാവിനൊക്കെ ഫോട്ടോത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ തല വളഞ്ഞുകൊണ്ട് നല്ല രസമാട്ടോ അതിനെ കാണാൻ. അതിന് കുളിക്കാനുള്ള വെള്ളത്തിലും ഉണ്ടായിരുന്നു 2-3 പിരാനകളൊക്കെ കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതും വേറെ ഐറ്റം താറാവാട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയ പോണ്ടോക്കി നല്ല രസമുണ്ട് കേട്ടോ അതിനൊക്കെ കാണാൻ. സ്റ്റേഷനത്തെ ആളെ ഇണക്കി എടുത്തിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കൈയാട്ടുമ്പോൾ എല്ലാതും വരുന്നുണ്ട് കേട്ടോ. ഇതിനെ കണ്ട വെള്ളാരങ്ങാനുള്ള മൂങ്ങന്റെ മാതിരി ഉണ്ട് കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷനത്തെ ആളെ പേര് സാബിർ എന്നാട്ടോ. പക്ഷികളെക്കാളും മൃഗങ്ങളെക്കാളും ഒക്കെ ഭംഗിയാട്ടോ ഇവിടുത്തെ ആംബിയൻസ് കാണാൻ. ഇവിടെ വൃത്തിയും വെടിപ്പും നല്ലോണം ഉണ്ട് കേട്ടോ. ഇത്രയും പക്ഷികളും ഇതുകളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല രീതിക്ക് ക്ലീനാക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇയാളൊക്കെ ഫോട്ടോവും പേരും ഒക്കെ ഇതാക്കിയിട്ട് ഞാനും വേറൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ കൂടിൻ്റെ മുമ്പിൽ പണ്ടത്തെ കുട്ടികളുടെ അടുത്തുള്ള സൈക്കിളിൻ്റെ ഹാൻഡിൽ മാറിയിട്ടുണ്ട് കേട്ടോ. അതിന്മേണ് ആ തത്തക്കുന്നത്. പിന്നെ ഈ ഒരു ഇതിൽ 2 ഐറ്റം സാധനങ്ങൾ, 2 ഐറ്റമല്ല ഒരേ ഇതാണ്. പക്ഷേ അത് 2 ആയിട്ടുള്ളത്. 2 അല്ല 2 കളറാണ്. ഇതിൽ 2 ആളും ഒരുമിച്ചിരുന്ന് തീറ്റ തന്നു. പിന്നെ ഇവർക്ക് കൂട് ഇല്ല കേട്ടോ. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയും കൂടില്ല കേട്ടോ. ഇവിടെയും ആ വടികൾ മാത്രമേ ഉള്ളൂ. മറ്റിടത്ത് ഒരു വടി ഉണ്ടായിരുന്നു.
അതേമാതിരി തന്നെ ഇവര് 3 ആളും ഒരുമിച്ച് നിന്നിട്ടാട്ടോ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കണു. ഫുഡിൻ്റെ പാത്രത്തിൽ കയറിയിട്ടാട്ടോ ഇരിക്കണ്. ഇവൽക്കും കൂടില്ല കേട്ടോ, ചുറ്റുകൾക്കൊന്നും കൂട് വേണ്ടാത്തതാണ് തോന്നുന്നു. ഇവിടെ കുറേ കൂടില്ലാത്തതുണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണം ഒരുമിച്ചിരിക്കുന്നുണ്ട്, പിന്നെ 1 മാത്രം ഒറ്റക്കാട്ടോ ഇരിക്കണ്. പിന്നെ നമ്മൾ കൈയാട്ടിയപ്പോൾ വന്നതാട്ടത്. കൈയാട്ടുമ്പോൾ അത് തൊള്ള തുറക്കണൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേത് അവിടെ തന്നെ ഇരിക്കണ്ട, അത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബായ്.